നമ്മൾ കഴിക്കുന്ന സാമ്പാർ കഴിച്ചാൽ ക്യാൻസർ വരുമോ? മീൻ കറി പൗഡറിൽ ക്യാൻസർ ഉണ്ടോ? മെഡ്രാസ് കറി പൗഡറിൽ ക്യാൻസർ ഉണ്ടോ? എവറസ്റ്റ് കറി പൗഡറിൽ ക്യാൻസർ ഉണ്ടോ? യെസ്. MDH എന്ന കമ്പനിയുടെ മസാല ആയിക്കോട്ടെ, അതേപോലെ എവറസ്റ്റ് എന്ന കമ്പനിയുടെ മസാല ആയിക്കോട്ടെ, ഈ രണ്ട് കമ്പനികളുടെയും ചില മസാല പാക്കറ്റ്സിന് ഹോങ്കോങ്ങിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ മസാലയിൽ എത്തിലിൻ ഓക്സൈഡ് എന്നൊരു പർട്ടിക്കുലർ കെമിക്കൽ ഉണ്ട് എന്നവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ എത്തിലിൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു കാർസിനോജൻ ആണ്. അതായത് മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു തരം കെമിക്കലാണ്. ഈ മസാലയിലൊക്കെ എത്തിലിൻ ഓക്സൈഡ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചപ്പോൾ അപ്പൊ തന്നെ ആ മസാല പാക്കറ്റ്സ് ഒക്കെ ആ ഹോങ്കോങ്ങിൽ നിന്ന് എടുത്ത് മാറ്റി. സിംഗപ്പൂരിലും അതേപോലെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അവസാനം ആ കമ്പനിയൊക്കെ നിർത്തിവെക്കുവാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും സ്ഥിരം കേൾക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഒരു വളരെ കോമൺ ആയിട്ടുള്ള അസുഖമായിട്ട് മാറി. അപ്പൊ ഇത് ഇത്രയും കോമൺ ആയിട്ട് എല്ലാവർക്കും ക്യാൻസർ വരാനുള്ള കാരണം മസാലയാണോ? ഒരു കറി മസാല പൗഡറിൽ എങ്ങനെയാണ് എത്തിലിൻ ഓക്സൈഡ് വരുന്നത്? സിംഗപ്പൂർ ഹോങ്കോങ്ങിലൊക്കെ ഇത് ബാൻ ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്യാത്തത്? ഇപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? അതെന്താ ഇന്ത്യയിൽ മാത്രം കുഴപ്പമൊന്നും ഇല്ലാത്ത? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ആൻസേഴ്സ് പറയാൻ പോവാണ്. ബട്ട് അതൊക്കെ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, പണ്ട് തൊട്ടേ ഇന്ത്യ ഭയങ്കര ഫേമസ് ആയിട്ടിരുന്നത് എന്തിനായിരുന്നു, ഏതൊരു കാര്യത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈസസിലായിരുന്നു. അതായത് ഈ മസാല ഐറ്റംസ് ഒക്കെ ഇല്ലേ, പട്ട, ഗ്രാമ്പു, ഇതൊക്കെയായിരുന്നു ഇന്ത്യയെ ഇത്രയും ഫേമസ് ആക്കിയത്. കാരണം ഇന്ത്യയിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്, പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്നത്. അത് മാത്രമല്ല, പണ്ടത്തെ കാലത്ത് ഈ സ്വർണത്തിന്റെ വിലയായിരുന്നു ഈ സ്പൈസസിന്, ഈ പട്ട, ഗ്രാമ്പു, ഈ സ്പൈസസ് അല്ലേ, ഈ സ്പൈസസിന് ഈ സ്വർണത്തിന്റെ വിലയായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ സ്പൈസസ് ഒക്കെ യൂസ് ചെയ്താണ്, ഈ മസാല ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതൊക്കെ ഈ സാമ്പാറൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ തന്നെ ഈ മസാല ഒക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഈ സാമ്പാറോ അല്ലെങ്കിൽ ഏത് കറി അയച്ചിട്ട് നമുക്ക് അതൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ കാലം മാറി. ഇപ്പൊ എല്ലാം കോർപ്പറേറ്റ്സിന്റെ കയ്യിലാണ്. സാമ്പാർ പൗഡർ റെഡി ആയിട്ട് വരും. ആ സാമ്പാർ പൗഡർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. സോ ഈ സാമ്പാർ പൗഡറിൽ വളരെ ഫേമസ് ആയ രണ്ട് കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MDH and Everest ആണ്. ഇവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല, ഹോങ്കോങ് ആയിക്കോട്ടെ, സിംഗപ്പൂർ ആയിക്കോട്ടെ, അങ്ങനെ ലോകം മുഴുവൻ ഇവർ എക്സ്പോർട്ട് ചെയ്യും ഇന്ത്യയിൽ നിന്ന്. അങ്ങനെ ലോകം മുഴുവൻ ഒരു വലിയ മാർക്കറ്റ് ഇവർക്കുണ്ട്. അപ്പൊ അവിടെ ഈ ഹോങ്കോങ്ങിലെ ഫുഡ് റെഗുലേഷൻ അതോറിറ്റി എന്തോ ചെയ്യുന്ന വെച്ചാൽ നേരെ വന്നിട്ട് ഒരു റെയ്ഡ് പോലെ നേരെ വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ പോലെ തന്നെ അവിടെയും പെട്ടെന്ന് നേരെ കടയിൽ വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും, എല്ലാം പുതിയതാണോ പഴയതൊക്കെ ഉണ്ടോ എന്ന്. നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ കേട്ട് കാണും, ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് റെയ്ഡ് വന്നു, ചെക്കിങ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ ചെക്ക് ചെയ്യാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ പഴയ ഫുഡൊക്കെയാണ് വിൽക്കുന്നതെങ്കിൽ ആ ഹോട്ടലിനൊക്കെ സീൽ വെക്കുന്നൊക്കെ നമ്മൾ കേട്ട് കാണും. അതുപോലെ തന്നെ അവിടെയും. അപ്പൊ അവിടെയും ഹോങ്കോങ്ങിലും ഇതുപോലെ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് ഓഫീസർ. അപ്പൊ അവിടെ ചെക്ക് ചെയ്യുവാണ് മെഡ്രാസ് കറി പൗഡർ, സാമ്പാർ മസാല പൗഡർ, ഫിഷ് കറി പൗഡർ, ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ചെക്ക് ചെയ്ത് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നു. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്തിലിൻ ഓക്സൈഡ് എന്ന ഗ്രൂപ്പ് 1 കാർസിനോജൻ അതിനകത്ത് ഉണ്ട് എന്ന് ഇവർ കണ്ടുപിടിച്ചു. ഈ കാർസിനോജൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിനെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇന്റർനാഷണൽ ഏജൻസി ഓഫ് റിസർച്ച് ഓഫ് ക്യാൻസർ എന്തോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ എത്തിലിൻ ഓക്സൈഡ് ആയിരിക്കും ഫ്യൂച്ചറിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ ഒരു മെയിൻ റീസൺ ആകുന്ന എന്നാണ് അവർ പറയുന്നത്. സോ ഇത് നമ്മുടെ നാട്ടിലെ കറി പൗഡറിൽ, ഹോങ്കോങ്ങിൽ പോയ നമ്മുടെ നാടിന്റെ കറി പൗഡർ, നമ്മുടെ നാടിന്റെ കമ്പനിയുടെ കറി പൗഡറിൽ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹോങ്കോങ്ങിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് വന്നപ്പോൾ അപ്പൊ തന്നെ അതിനെ ബാൻ ചെയ്തു, അത് റിട്ടേൺ ചെയ്തു. അപ്പൊ തന്നെ അത് ഇനി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചു. പിന്നീട് സിംഗപ്പൂരിൽ ചെക്ക് ചെയ്ത് നോക്കുന്നു. സിംഗപ്പൂരിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു. അതുപോലെ US-ലും പിന്നീട് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഹോങ്കോങ്ങിൽ ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം. ബട്ട് എന്നാൽ സിംഗപ്പൂരിലും US-ലൊക്കെ ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാം, പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. അതേപോലെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഇത് ആഹാരത്തിൽ ഇരിക്കുന്നതിൽ തെറ്റില്ല, ബട്ട് എന്നാലും ഇന്ത്യയിൽ അമൗണ്ട് തീരെ കുറവാണ്. അതായത് ആഹാരത്തിൽ ഇരിക്കുവാണെങ്കിൽ 1 കിലോ, ഇപ്പൊ ആഹാരത്തിന് 1 കിലോ സാമ്പാർ പൊടി ആണെങ്കിൽ ആ സാമ്പാർ പൊടി 1 കിലോ സാമ്പാർ പൊടിയിൽ 0.1 മില്ലിഗ്രാമേ കാണാൻ പാടുള്ളൂ. അതായത് 1 കിലോ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതിൽ 0.1 മില്ലിഗ്രാമേ ഈ എത്തിലിൻ ഓക്സൈഡ് കാണാൻ പാടുള്ളൂ. 1 മില്ലിഗ്രാം അല്ല, 0.1 മില്ലിഗ്രാം അതേ പാടുള്ളൂ 1 കിലോയ്ക്ക്. അപ്പൊ ഇന്ത്യയിൽ ഇത് വിൽക്കണമെങ്കിൽ 1 കിലോയ്ക്ക് 0.1 മില്ലിഗ്രാം ഉണ്ടെങ്കിൽ വിൽക്കാൻ പറ്റും. ബട്ട് സിംഗപ്പൂരിൽ പോയപ്പോൾ ഇല്ല, ഇത് ഞങ്ങളുടെ കട്ട് ഓഫ് റേറ്റിനേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അവരും അത് നിർത്തിവെച്ചു. അപ്പൊ പെട്ടെന്ന് US-ഉം പേടിച്ചു പോയി. US-ലും പിന്നെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് പേടിയായി പോയി. കാരണം ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണല്ലോ അങ്ങോട്ട് പോയേക്കുന്നത്. അപ്പൊ
സിംഗപ്പൂരിലും ചൈനയിലും ഉണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും US ആ പാക്കറ്റ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ അവിടെയും ഇത് കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് US പേടിച്ച് പോയി അവരും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ US ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ എത്തിലീൻ ഓക്സൈഡ് അലൗ ചെയ്യും, ബട്ട് എന്നാലും ഞങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് പോയാൽ ഞങ്ങൾ അലൗ ചെയ്യത്തില്ല എന്നാണ് US പറയുന്നത്. അപ്പോൾ എന്തായാലും ലോകം മുഴുവൻ ഇപ്പോൾ ഫേമസ് ആയി കഴിഞ്ഞു. ഇന്ത്യൻ മസാലയിൽ എത്തിലീൻ ഓക്സൈഡ് ഉണ്ട്, ഇന്ത്യൻ മസാലയിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ട് എന്ന് ഇപ്പോൾ ലോകം മുഴുവൻ ഫേമസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രശ്നമായപ്പോൾ ഇന്ത്യയിലും ഇത് പ്രശ്നമായിപ്പോൾ ഇന്ത്യയിൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി ഇതെന്തോ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അവസാനം ഇന്ത്യൻ ഗവൺമെന്റും ആലോചിക്കുക ഇതെന്തുവാടെ ഹോങ്കോങ്ങിൽ ബാൻ ചെയ്തു, സിംഗപ്പൂരിൽ ബാൻ ചെയ്തു, അപ്പം നമ്മുടെ നാട്ടിൽ ജനങ്ങളൊക്കെ കഴിക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു സാമ്പാർ ഈ പൊടികളൊക്കെ വാങ്ങിച്ച് മസാല പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടെസ്റ്റ് ചെയ്ത ശേഷം ഇപ്പൊ എന്തോ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 0.1 മില്ലിഗ്രാം ഒരു കിലോയ്ക്ക് 0.1 മില്ലിഗ്രാം എത്തിലീൻ ഓക്സൈഡ് കാണാം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ നിയമം മാറ്റി 0.01 മില്ലിഗ്രാം ആയിട്ട് കുറച്ചു. അതായത് ഇനി 0.01 മില്ലിഗ്രാമേ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അവർ, ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പൊ 0.1 അത്രയും മില്ലിഗ്രാം ഇടാമെന്ന് പറഞ്ഞ കാര്യം നേരെ കുറച്ച്, അതായത് 10 ഇരട്ടി കുറച്ചു. അവർ 10 ഇരട്ടി കുറച്ച് 0.01 മില്ലിഗ്രാമേ ഇനി യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അത് റിവൈസ് ചെയ്തേക്കാണ് ആ നിയമം, ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ. ഓക്കെ, എത്തിലീൻ ഓക്സൈഡ് എന്തിനാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്? ഇതിനകത്ത് ഇടേണ്ട ആവശ്യം എന്തോ? ഈ മസാലയിൽ എത്തിലീൻ ഓക്സൈഡ് ആവശ്യം എന്താണ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് കാണില്ലേ? ഈ എത്തിലീൻ ഓക്സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് എത്തിലീൻ ഓക്സൈഡ്. അപ്പൊ ഇത് എവിടുന്നാ വരാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്യുമ്പോൾ നാച്ചുറലി ഇത് വളമിടുന്ന വിഷമൊക്കെ അടിക്കും, ഈ ഇൻസെക്ട്സ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടി വിഷമൊക്കെ അടിക്കും. അപ്പൊ അതുവഴി ഈ എത്തിലീൻ ഓക്സൈഡ് ഇതിനകത്ത് വന്നിരിക്കാം എന്ന് ഒരു കണക്ക് പറയുന്നുണ്ട്. അത് മാത്രമല്ല ചിലപ്പോൾ ഇത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും എത്തിലീൻ ഓക്സൈഡ് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷവും ഇത് പിന്നെയും ഈ പ്രാണികളോ അല്ലെങ്കിൽ ഈ ഇൻസെക്ട്സ് ഒന്നും കയറി അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എത്തിലീൻ ഓക്സൈഡ് കമ്പനി തന്നെ മിക്സ് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പോ ഈ മസാല കമ്പനിയിലെ ആൾക്കാർ എന്തുവാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവറസ്റ്റ് കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല, മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ MDH ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കമ്പനി ഈ മസാലയിൽ ഞങ്ങളായിട്ട് എത്തിലീൻ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടില്ല, ഇതുവരെ മിക്സ് ചെയ്തിട്ടില്ല. ഹോങ്കോങ് ഞങ്ങളുടെ മസാല പൗഡറിൽ എത്തിലീൻ ഓക്സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞ് ബാൻ ചെയ്തു എന്ന കാര്യം തന്നെ ഞങ്ങൾ ഈ വാർത്ത കണ്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത്, ന്യൂസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള നോട്ടീസും വന്നിട്ടില്ല. ഇവിടെ ഇന്ത്യയിലും വന്നിട്ടില്ല, ഹോങ്കോങ്ങിലും വന്നിട്ടില്ല. അതേപോലെ സിംഗപ്പൂരിൽ ബാൻ ചെയ്തപ്പോഴും ഞങ്ങൾക്ക് നോട്ടീസ് ഒന്നും വന്നില്ല, ഞങ്ങൾ ആരും അറിയിച്ചില്ല. ഞങ്ങൾ ന്യൂസ് കണ്ടിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. ഞങ്ങളുടെ പ്രോഡക്റ്റിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ ക്യാൻസർ വരും എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളെ വേണം ഇൻഫോം ചെയ്യാൻ. ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു. എന്തിന് ഇതുവരെ ഇപ്പൊ വരെ ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്, ഈ കമ്പനിക്കാർ പറയുന്നത്. ബട്ട് എവറസ്റ്റ് കമ്പനി ഇതുവരെ ഒന്നും മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. US എത്തിലീൻ ഓക്സൈഡ് അലൗഡ് ആണ്, ബട്ട് അതിന് ലിമിറ്റ് ഉണ്ട്, ഇത്രേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇപ്പോൾ ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യയിൽ ലിമിറ്റ് ഇച്ചിരി 0.1 ഇപ്പൊ അത് 10 ഇരട്ടി കുറച്ച് മാറ്റി, ഇപ്പൊ നിയമമേ മാറ്റി ഈ പ്രശ്നം കാരണം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യ ഇപ്പോ ഈ എത്തിലീൻ ഓക്സൈഡിന്റെ ലിമിറ്റ് 0.1 10 ഇരട്ടി കുറച്ചു ഞാൻ പറഞ്ഞു, 0.01 ആക്കി എന്നുള്ളത്. അത് ഒരു സൈഡിൽ പോസിറ്റീവ് ആണെങ്കിലും വേറൊരു സൈഡിൽ അപ്പൊ ഇത്രയും വർഷം നമ്മൾ ഇതിലേ കഴിച്ചുകൊണ്ടിരുന്നേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഹോങ്കോങ്ങിൽ ഇപ്പോഴും ഇത് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും, ഈ ക്യാൻസർ വരുന്ന സാധനം. ഇത് ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെസ്റ്റിസൈഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്രോപ്സ് ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മരുന്നിനകത്ത് എന്തോരമാണ് എത്തിലീൻ ഓക്സൈഡ് യൂസ് ചെയ്യേണ്ട എന്ന് കൃത്യമായിട്ട് ഒരു നിയമം ഇല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് കൃഷിക്കാരോട് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, ഒരു നിയമവും ഇല്ല, പറഞ്ഞിട്ടുമില്ല. അവർക്ക് എന്തോരം വേണോ അത്രയും അടിക്കാം എന്നൊരു രീതിയിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിയമം ഇരിക്കുന്ന എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആർട്ടിക്കലിൽ അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, മരുന്നടിക്കുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാവൂ എന്ന കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് ഗവൺമെന്റ് കൊണ്ടുവരണം. അത് കറക്റ്റായിട്ട് കൃഷിക്കാർക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഈ ഇന്ത്യൻ എക്സ്പ്രസും പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്രയും വർഷം കഴിച്ച മസാല വേറൊരു നാട്ടിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട്
അതിനകത്ത് ക്യാൻസർ വരുന്ന സാധനങ്ങളുണ്ട്, ദൈവം തിരിച്ചെടുത്തുകൊണ്ട് പോ എന്ന് അവർ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മളത് എന്തോ ഒരു സിമ്പിൾ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, മൈൻഡ് ചെയ്ത് ഇത്രയും വർഷമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മസാല പൊടികളൊക്കെ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. FSSAI ഇപ്പോ ലിമിറ്റിനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 0.01 യൂസ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് നേരത്തെ അവർ ചെയ്യാത്തത്? ഹോങ്കോങ് അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവരിപ്പോൾ ഈ നിയമം പറയുന്നത്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യ ഫുഡിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ കുറവോടെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഫുഡിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ കുറെ കേട്ട് കാണും, ഇതുപോലെ ഇന്ന ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ ആയി, ഷവർമ കഴിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പെൺകൊച്ച് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പഞ്ഞിമിഠായി ഇല്ലേ, ആ പഞ്ഞിമിഠായിക്കകത്ത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും, ക്യാൻസർ വരുത്തുന്ന സാധനം അതിനകത്തും ഉണ്ട്, കെമിക്കൽ അതിനകത്തും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ നമ്മൾ കാഷ്വൽ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളായിരുന്നു. ഷവർമ ആയിക്കോട്ടെ, ബാക്കിയുള്ള സാധനങ്ങളായിക്കോട്ടെ, പഞ്ഞിമിഠായി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കാഷ്വൽ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ പതുക്കെ ഓരോന്നായിട്ട് അടുത്തടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കി വരുവാണ്. നമുക്ക് സാമ്പാർ കഴിക്കാം, രസം കഴിക്കാം, ചിക്കൻ കഴിക്കാം, മട്ടൻ കഴിക്കാം, എന്ത് വേണേലും കഴിക്കാം. ബട്ട് ഈ ആഹാരമൊക്കെ സേഫ് ആണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഫുഡ് അതോറിറ്റിയാണ്, FSSAI ആണ്. അവർ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഗവൺമെന്റ് ഫുഡിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം, കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫുഡിന്റെ കാര്യത്തിൽ. നമ്മുടെ ആഹാരം, നമ്മുടെ സാമ്പാർ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആഹാരമാണ്. ഇതൊക്കെ വേറൊരു നാട്ടിൽ അവർ ഇതിനകത്ത് ക്യാൻസർ ഉണ്ട് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് പുച്ഛിച്ച് കളയുമ്പോഴത്തേക്ക് അത് കഴിച്ചിട്ട് കുറെ പേര് അഫൻഡ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ സാമ്പാറിനെ അവർ കുറ്റം പറയുന്നത് അങ്ങനല്ല. അതിനകത്ത് നമ്മുടെ സാമ്പാറിനല്ല അവർ കുറ്റം പറഞ്ഞത്, നമ്മുടെ ആ പൊടിയാണ് അവർ കുറ്റം പറഞ്ഞത്. സോ ഒഫൻഡ് ആവുന്നതിന് പകരം നമുക്കത് എങ്ങനെ നന്നാക്കാൻ പറ്റുമെന്ന് നോക്കുക. ഗവൺമെന്റ് ഫുഡിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നൊരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഈ സാമ്പാർ പൊടി അല്ലെങ്കിൽ ഫിഷ് കറിയുടെ പൗഡർ, അങ്ങനെ ഈ പൗഡേഴ്സ് ഒക്കെ, മസാല പൗഡേഴ്സ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ വേറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.